പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ ബലാത്സംഗത്തിനിരയാക്കിയ 17-കാരൻ പിടിയിൽ. ഭീകരരെ വെള്ളപൂശാൻ ശ്രമിച്ച മുസ്ലിം ലീഗ് നേതാവിനെതിരെ കലാപാഹ്വാനത്തിന് കേസ്. ഇടുക്കി അടിമാലിയിൽ ബാറിൽ 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ പിടികൂടി പോലീസ്. കാണാം വിശദമായ വാർത്തകൾ. കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പഹൽഗാം ഭീകരരെ വെള്ളപൂശാൻ ശ്രമിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ബഷീർ വെള്ളിക്കോത്തിനെതിരെ കലാപാഹ്വാനത്തിന് കേസ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളായിരുന്നു എന്ന് ലീഗ് നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജനം ടിവിക്ക് വാർത്തയ്ക്കും ഹിന്ദു ഐക്യവേദി പരാതി നൽകിയതിനെ തുടർന്നും കാസർഗോഡ് പോലീസ് കേസെടുത്തു. രാജ്യം മുഴുവൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദുഃഖത്തിൽ നിൽക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ബഷീർ വള്ളിക്കോത്ത് ഭീകരവാദികളെ വെള്ളപൂശിക്കൊണ്ട് രംഗത്ത് വന്നത്. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നും ആക്രമണം മറ്റാരോ ആസൂത്രണം ചെയ്ത് മുസ്ലിങ്ങളുടെ പേരിൽ ചാർത്തുന്നു എന്നുമായിരുന്നു ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജനം ടിവി വാർത്തയെ തുടർന്ന് പോസ്റ്റ് വിവാദമായതോടെ ബഷീർ വള്ളിക്കോത്ത് തന്നെ പോസ്റ്റ് പിൻവലിച്ചു. എന്നാൽ ലീഗ് നേതാവിന്റെ ഭീകരവാദത്തെ വെള്ളപൂശാനുള്ള നീക്കം ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത് അത്യന്തം ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണ്. രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ വകുപ്പ് തന്നെ ചേർക്കണം. തീവ്രവാദികൾക്ക് എതിരെ എന്താണോ നമ്മൾ വകുപ്പ് ചാർത്തുന്നത് അതേ വകുപ്പ് തന്നെ ബഷീർ വെള്ളിക്കോത്തിനെതിരെ ചാർത്തണം എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം. ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിനെതിരെ നുണപ്രചരണം നടത്തുന്നവർക്കും വർഗീയ വിഷം ചീറ്റുന്നവർക്കുമുള്ള മറുപടിയാണ് പോലീസിന്റെ നടപടിയെന്ന് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടി. ജനം, കോഴിക്കോട്. ഇടുക്കി അടിമാലി മേഖലയിൽ ആളുകളെ ആശങ്കയിലാക്കി മുഖംമൂടിധാരിയുടെ സാന്നിധ്യം. രാത്രിയിൽ ഇടവഴികളിലും വീടുകളുടെ മുറ്റത്തും മുഖംമൂടി ധരിച്ച് അജ്ഞാതൻ എത്തിയത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. അടിമാലി ടൗണിനോട് ചേർന്ന് കോയിക്കക്കുടി ഭാഗത്താണ് ഇടവഴിയിൽ മുഖംമൂടിധാരിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. വീടുകൾക്ക് സമീപത്തെ ഇടവഴിയിലൂടെ അജ്ഞാതൻ നടന്നു നീങ്ങുന്ന ദൃശ്യമാണ് CCTV ക്യാമറകളിൽ പതിഞ്ഞത്. മേഖലയിലെ വീടുകളിൽ ഉണങ്ങാനിട്ടിരുന്ന തുണികൾ മറ്റു വീടുകളിൽ കണ്ടതോടെയാണ് നാട്ടുകാർക്ക് സംശയം ഉണ്ടായത്. തുടർന്നാണ് CCTVകൾ പരിശോധിച്ചതും മുഖംമൂടിധാരിയാണ് ഇത് ചെയ്തതെന്നും വ്യക്തമായത്. വീടുകളിൽ എത്തുന്നയാൾ ജനലുകൾക്ക് അടുത്തുകൂടിയും കോമ്പൗണ്ടിലും ചുറ്റിത്തിരിഞ്ഞ ശേഷം തിരികെ മടങ്ങും. ഇതുവരെ മോഷണങ്ങളൊന്നും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ആളെ പേടിപ്പിക്കാൻ വേണ്ടി ആരോ മുഖംമൂടി ധരിച്ച് വീടുകളിൽ എത്തുന്നുവെന്നതാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മേഖലയിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ജനം, ഇടുക്കി. പാലക്കാട് പിരിയാരിയിൽ ഭാര്യ ഭർത്താവിനെയും മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് പോലീസ് പിടിയിൽ. മേപ്പറമ്പ് സ്വദേശി റിനോയ് തോമസ് ആണ് മംഗലാപുരത്ത് നിന്ന് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിലായത്. ഒരാഴ്ച മുമ്പാണ് സംഭവം നടന്നത്. പിരായിരി സ്വദേശി ഡെറി, ഭാര്യ മോളി എന്നിവരെ മകളുടെ ഭർത്താവായ റിനോയ് വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ഭാര്യ രേഷ്മയുമായി നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കുന്ന റിനോയ് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഭാര്യ വീട്ടുകാരെ ആക്രമിച്ചത്. അക്രമത്തിനു ശേഷം 14 വയസ്സുള്ള മകനുമായി റിനോയ് രക്ഷപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. പ്രതിയെ സംഭവം നടന്ന പിരായിരിയിലെ വീട്ടിലെത്തിച്ചുൾപ്പെടെ തെളിവെടുത്തു. ഭാര്യ രേഷ്മയെ തിരഞ്ഞാണ് പിരായിരിയിലെ വീട്ടിലെത്തിയതെന്നും രേഷ്മയെ കാണാതെ വന്നതോടെ മാതാപിതാക്കളെ ആക്രമിക്കുകയായിരുന്നു എന്നുമാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ജനം, പാലക്കാട്. കൊല്ലം കടക്കലിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട 17-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച 21-കാരൻ അറസ്റ്റിൽ. പരവൂർ പുഴിക്കര സ്വദേശി അഭിനന്ദാണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത്. പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. കടക്കൽ
കടയ്ക്കൽ സ്വദേശിയായ 17-കാരിയുമായി പ്രതി ഇൻസ്റ്റഗ്രാമിലൂടെ ബന്ധം സ്ഥാപിച്ചു. തുടർന്ന് പ്രണയാഭ്യർത്ഥന. പ്രണയം നടിച്ച് പെൺകുട്ടിയെ പരവൂർ ബീച്ചിലും വാഗമണ്ണിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. 2 മാസം മുൻപാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. അന്ന് വൈകുന്നേരത്തോടെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. പിറ്റേന്ന് തിരിച്ചെത്തിയ പെൺകുട്ടി കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു എന്ന് കോടതിയിൽ മൊഴി നൽകി. തുടർന്ന് കുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയപ്പോൾ ചൈൽഡ് ലൈനിന്റെ സഹായത്തോടെ കൗൺസിലിംഗ് നടത്തി. കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തായത്. തുടർന്ന് തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം യുവാവിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. ബേക്കറി ജീവനക്കാരനായ അഭിനന്ദിനെ പരവൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവിൽ 112 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. MDMAയും മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന 2094 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായും പോലീസ് അറിയിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2094 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 109 പേർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു. 112 പേരാണ് അറസ്റ്റിലായത്. ഈ കേസുകളിലെല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ MDMA, കഞ്ചാവ് ബീഡി എന്നിവ പോലീസ് പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടി സ്വീകരിക്കുന്നതിനാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തിയത്. പൊതുജനങ്ങളിൽ നിന്നും മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം നിലവിലുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്രമസമാധാന വിഭാഗം ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംസ്ഥാന തലത്തിൽ ആന്റി നാർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും NDPS കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആന്റി നാർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. ഇടുക്കി കുമളിയിൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. അസം സ്വദേശി ജഹ്റുൽ ഇസ്ലാമാണ് പിടിയിലായത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പെരുമ്പാവൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുമളി ടൗണിലെ സെൻട്രൽ ഹോട്ടലിന്റെ അടുക്കള വശത്ത് ജനൽ ചില്ല് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഹോട്ടലിന്റെ മുകളിലത്തെ നിലയിലെ അലമാര തകർത്ത് 50,000 രൂപയും കൗണ്ടറിലുണ്ടായിരുന്ന 4,000 രൂപയും 15,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണുമാണ് മോഷ്ടിച്ചത്. രാവിലെ കട തുറന്നപ്പോൾ മോഷണം നടന്നതായി മനസ്സിലാക്കിയ കടയുടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയെ തുടർന്ന് CCTVകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചു. തുടർന്ന് പെരുമ്പാവൂരിൽ നിന്നാണ് ആസാം സ്വദേശിയായ ജഹ്റുൽ ഇസ്ലാം എന്നയാളെ പോലീസ് പിടികൂടിയത്. ഇയാൾ സമാനമായ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യനെതിരെ പീഡന പരാതിയുമായി വിദ്യാർത്ഥിനികൾ. മെഡിക്കൽ കോളേജിലെ 12 വിദ്യാർത്ഥിനികളാണ് പരാതി നൽകിയത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജിൽ അധികൃതർ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. പതിനഞ്ച് വിദ്യാർത്ഥികളുള്ള ബാച്ചിലെ 12 പെൺകുട്ടികളും ലാബ് ടെക്നീഷ്യനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പീഡന ശ്രമത്തിനും മോശമായ പെരുമാറ്റത്തിനും ഇരയായ പെൺകുട്ടികൾ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് എല്ലാവർക്കും ഇത്തരം അനുഭവങ്ങളുള്ളതായി മനസ്സിലാക്കുന്നത്. ഇതോടെ വിദ്യാർത്ഥിനികൾ സംയുക്തമായി അധികൃതർക്ക് പരാതി നൽകി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 15 വർഷമായി താത്കാലിക ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന വിളയങ്കോട് സ്വദേശിക്കെതിരെയാണ് പരാതി. താൽക്കാലിക ജീവനക്കാരനാണെങ്കിലും മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബിന്റെ നിയന്ത്രണം ഇയാളുടെ കൈവശമാണെന്നും ആരോപണമുണ്ട്. പരാതി ഉയർന്നതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ 2 വനിതാ ഡോക്ടർമാർ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഡോക്ടർമാരായ സവിത, സുധ എന്നിവർ 2 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. പരാതി ഉയർന്ന ഉടൻ ടെക്നീഷ്യനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ പരാതി പോലീസിന് കൈമാറാനാണ് അധികൃതരുടെ തീരുമാനം. ജനം, കണ്ണൂർ.
ഇടുക്കി അടിമാലിയിൽ ബാറിൽ 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലി സ്വദേശി സനു എന്ന് വിളിക്കുന്ന സനിലിനെയാണ് പോലീസ് പിടികൂടിയത്. ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് സംഭവിച്ചിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അടിമാലി ടൗണിലെ ബാറിൽ വെച്ച് കത്തിക്കുത്തുണ്ടായത്. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. കേസിലെ പ്രതിയായ സാനു ഭാര്യ സഹോദരനെ ലക്ഷ്യം വെച്ചാണ് ബാറിലെത്തിയത്. ഇവിടെ വെച്ച് സാനുവും ഭാര്യ സഹോദരനും തമ്മിൽ തർക്കത്തിലാവുകയായിരുന്നു. കയ്യാങ്കളിയിലേക്ക് വിഷയം എത്തിയതിന് പിന്നാലെ സാനു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് 3 സംഘത്തെ ആക്രമിച്ചു. അടിമാലി ചാറ്റുപാറ സ്വദേശിയായ സ്ത്രീകരിക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സാനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ 3 പേരും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുകൂട്ടരും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പ് നടത്തിയ ജീവനക്കാരനെതിരെ കേസെടുത്ത് പോലീസ്. ലോട്ടറി ഡയറക്ടറേറ്റിലെ തിരിമറികളിൽ കെ സംഗീതിനെതിരെ കേസെടുത്തത്. 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി ജീവനക്കാരുടെ ശമ്പള അപേക്ഷയിൽ സംഗീത് തീർപ്പ് കൽപ്പിച്ചതടക്കം എഫ്ഐആറിൽ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ. ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പ് നടത്തിയ ക്ലർക്ക് കെ സംഗീതിനെതിരെ പോലീസ് കേസെടുത്തത് ലോട്ടറി ഡയറക്ടറേറ്റിൽ നടത്തിയ തിരിമറികളിൽ. ഡയറക്ടറേറ്റിലെ ജൂനിയർ സൂപ്രണ്ടിന്റെ പരാതിയിൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളും ചുമത്തി. ഡയറക്ടറേറ്റിൽ ജോലി ചെയ്ത കാലത്ത് പല ജീവനക്കാരുടെയും ശമ്പളം, അവധി, പ്രൊബേഷൻ അപേക്ഷകൾ വ്യാജ ഒപ്പ് ഉപയോഗിച്ച് സംഗീത് തീർപ്പാക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇതിനായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടറുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വ്യാജമായി സൃഷ്ടിച്ചു. ക്യാൻസർ രോഗിയെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 94 ദിവസം അവധി നേടിയെന്നും എഫ്ഐആറിൽ പറയുന്നു. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ സംഗീതും മറ്റുള്ളവരും നടത്തിയ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 2014 മുതൽ 2019 വരെയുള്ള 5 വർഷക്കാലം കൊണ്ട് 4 കോടിയോളം രൂപയാണ് സംഗീത് തട്ടിയെടുത്തത്. തട്ടിപ്പ് നടത്താൻ ക്യാഷ് ബുക്കിലും ചെക്ക് രജിസ്റ്ററിലും കൃത്രിമത്വം വരുത്തി. 52 ചെക്കുകൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ക്യാഷ് ബുക്ക്, ചെക്ക് രജിസ്റ്റർ പരിശോധനകളിൽ അന്നത്തെ സൂപ്പർവൈസറി ഓഫീസറും വെൽഫെയർ ഓഫീസറും വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തൽ. ചെക്കിനും രജിസ്റ്റർ ബുക്ക് മെയിൻ ചെയ്തിട്ടില്ല. ഏതാണ്ട് 52ഓളം വരുന്ന ചെക്കുകൾ നമ്മുടെ ചെക്കിൻ്റെ രജിസ്റ്റർ ബുക്കിലില്ല, കണ്ടിട്ടില്ല. ആ ചെക്കുകളാണ് പുറത്ത് പണമായി മാറിയിട്ടുള്ളത്. ചെക്ക് മെയിൻ ചെയ്ത് പോകേണ്ടതാണ്. ഒരു ചെക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് ഇന്ന ആവശ്യത്തിനാണ് ഇത്ര രൂപയ്ക്ക് വേണ്ടി എടുത്തതെന്ന് ചെക്ക് ബുക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയൊന്നും ഈ പോയ ചെക്കുകളൊന്നും, ഈ ക്യാഷ് മാറിയ ചെക്കുകളോ ട്രാൻസ്ഫർ ചെയ്ത ചെക്കുകളോ ഒന്നും ഈ പറയപ്പെടുന്ന ചെക്ക് രജിസ്റ്റർ ബുക്കിൽ എഴുതിയിട്ടോ യാതൊരു രേഖയുമില്ല. ഈ എടുത്ത ക്യാഷുകളും ഈ പോയ പൈസകളും ഒന്നും ക്യാഷ് ബുക്കിൽ മെയിൻ ചെയ്തിട്ടുമില്ല, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. കൂടുതൽ പണം നഷ്ടമായോ എന്നറിയാൻ ഓഡിറ്റിംഗ് നടത്താൻ തിരുവനന്തപുരത്ത് ചേർന്ന ക്ഷേമനിധി ബോർഡ് യോഗത്തിൽ തീരുമാനമായി. 2009 മുതലുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് ശ്രമം. അക്കൗണ്ട്സ് പരിശോധനയ്ക്കുള്ള അവകാശം ബോർഡിനും വേണമെന്നും യോഗം ശുപാർശ ചെയ്തു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ അൽഷിമേഴ്സ് രോഗബാധിതനായ വയോധികന് ഹോം നേഴ്സിന്റെ ക്രൂരമർദ്ദനം. മുൻ BSF ജവാനായിരുന്ന 59-കാരൻ ശശിധരൻ പിള്ളയ്ക്കാണ് മർദ്ദനമേറ്റത്. ഹോം നേഴ്സ് വിഷ്ണുവിനെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വയോധികനെ നഗ്നനാക്കി നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. അൽഷിമേഴ്സ് രോഗബാധിതനായ 59-കാരൻ ശശിധരൻ പിള്ളയെ ഹോം നേഴ്സ് നഗ്നനാക്കി തറയിലൂടെ വലിച്ചിഴയ്ക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. അടൂരിലെ ഏജൻസി വഴിയാണ് വിഷ്ണു എന്ന ഹോം നേഴ്സിനെ ബന്ധുക്കൾ ജോലിക്ക് നിർത്തിയത്. ഇക്കഴിഞ്ഞ 22-ാം തീയതി ശശിധരൻപിള്ള വീണു പരിക്കുപറ്റിയെന്നാണ് തിരുവനന്തപുരം പാറശ്ശേരിയിലുള്ള ബന്ധുക്കളെ ഹോം നേഴ്സ് വിഷ്ണു അറിയിച്ചത്. തുടർന്ന് ശശിധരൻപിള്ളയെ ആദ്യം അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പരുമലയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റതിൽ സംശയം തോന്നിയ ബന്ധുക്കൾ വീട്ടിലെ CCTV പരിശോധിച്ചപ്പോഴാണ് ക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. തുടർന്ന് ബന്ധുക്കൾ കൊടുമൺ പോലീസിൽ പരാതി നൽകി. BSFൽ നിന്ന് VRS എടുത്ത ശശിധരൻപിള്ള ഏറെ നാളായി മറവി രോഗത്തിന്റെ ചികിത്സയിലാണ്. 1.5 മാസം മുൻപാണ് അടൂരുള്ള ഏജൻസി വഴി വിഷ്ണുവിനെ ഹോം നേഴ്സായി ജോലിക്ക് വീട്ടിൽ നിർത്തിയത്. ശശിധരൻപിള്ള ചികിത്സയിൽ തുടരുന്നു. ജനം, പത്തനംതിട്ട.
കൊല്ലം അഞ്ചലിൽ കരുക്കോണിൽ 15-കാരിയെ പീഡിപ്പിച്ച 51-കാരൻ അറസ്റ്റിൽ. കരുക്കോൺ തോട്ടുംകര സ്വദേശി നാസറിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. പ്രതിക്കെതിരെ നേരത്തെയും നിരവധി കേസുകളുണ്ട്. പതിനഞ്ചുകാരിയായ പെൺകുട്ടിയെ നാസർ പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. നിരന്തരം പീഡിപ്പിക്കാൻ ശ്രമം തുടർന്നതോടെ പെൺകുട്ടി ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ഇതോടെ മാതാപിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് കേസെടുത്തതോടെ നാസർ ഒളിവിൽ പോയി. സ്ഥിരം ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഓഫ് ചെയ്ത് മറ്റൊരു ഫോൺ ഉപയോഗിച്ച് വന്ന നാസറിനെ തിരുവനന്തപുരത്ത് നിന്നും കഴിഞ്ഞ ദിവസം അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ നാസറിനെ റിമാൻഡ് ചെയ്തു. സമാനമായി പ്രതി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നതടക്കം വിശദമായ അന്വേഷണം നടത്തുന്നുവെന്ന് അഞ്ചൽ പോലീസ് അറിയിച്ചു. നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന നസീർ, ബൈക്ക് നാസർ എന്നറിയപ്പെടുന്ന ആൾ ഇപ്പം ബന്ധു എൻ്റെ ഒരു ജോലിക്കാരൻ്റെ 15 വയസ്സുള്ള ഒരു മകളെ പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം നമ്മളെ പിടിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഒരു തവണയല്ല ഒന്നിലധികം തവണ ആ കുട്ടിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇന്നലെ വേളിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ബാക്കിയുള്ള നടപടികൾ ചെയ്യും. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം 10ഓളം കേസിൽ പ്രതിയായിരുന്ന നാസറിനെതിരെ ഏരൂർ, കടയ്ക്കൽ, നൂറനാട് പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുണ്ട്. ജനം, കൊല്ലം. ആളിയാർ ഡാമിലെ ആനമലയ്ക്കടുത്ത് 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ചെന്നൈയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ സംഘം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൊല്ലം ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടായത്. ആളിയാർ ഡാം പ്രദേശത്ത് 25ഓളം വിദ്യാർത്ഥികൾ വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു. ആളിയാർ നദിയിലെ നിരോധിത പ്രദേശത്ത് വിദ്യാർത്ഥികൾ കുളിക്കാനിറങ്ങി. ഒരു വിദ്യാർത്ഥി മുങ്ങിത്താഴുന്നത് കണ്ട് മറ്റു വിദ്യാർത്ഥികൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 വിദ്യാർത്ഥികളും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ കോളേജിലെ 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായ തരുൺ, രേവന്ത്, ജോസഫ് ആൻഡോ എന്നീ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. സഹപാഠികൾ നിലവിളിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് തിരച്ചിൽ നടത്തി മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 3 പേരുടെയും മൃതദേഹം പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജനം, പാലക്കാട്. കൊല്ലം പത്തനാപുരത്ത് കളിക്കാൻ പോയതിന് മകനെ പൊള്ളലേൽപ്പിച്ച അച്ഛൻ അറസ്റ്റിൽ. പത്തനാപുരം കാരമൂട് സ്വദേശി വിൻസെന്റ് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പതിനൊന്നുകാരനോടാണ് അച്ഛൻ്റെ കണ്ണില്ലാത്ത ക്രൂരത. മകൻ കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പോയതാണ് പ്രകോപന കാരണം. കുട്ടി തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെച്ച വീതിയുള്ള ഇരുമ്പ് കമ്പി കൊണ്ട് പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ഇടതു തുടയിലും കാൽമുട്ടിന് താഴെയും സാരമായി പൊള്ളലേറ്റു. തുടർന്ന് മകനും അമ്മയും പോലീസ് സ്റ്റേഷനിലെത്തിയാണ് വിൻസുകുമാറിനെതിരെ പരാതി നൽകിയത്. പരാതി ലഭിച്ചയുടൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാൾ നേരത്തെയും കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നതായാണ് വിവരം. ഞാൻ ഇങ്ങനെ രാവിലെ 2-3 ദിവസം കൊണ്ട് പറയുമായിരുന്നു വെളിയിറങ്ങി നടക്കല്ലേ എന്ന്. അത് കൊണ്ടാണ് ചാച്ചനെ പൊള്ളിച്ചായിരുന്നു. വെള്ളമില്ലായിരുന്നു, ഓട്ടോ ഓടാൻ പോവായിരുന്നു. ചാച്ചനെ വിളിച്ചപ്പോൾ ഞാൻ കേട്ടു. അപ്പം ചാച്ചൻ വിചാരിച്ചത് ഞാൻ കളിക്കാൻ പോയതാണെന്നാണ് വിചാരിച്ചത്. പിന്നെ അമ്മയും കൊണ്ട് ഫോണും കൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇതെടുക്കാൻ വേണ്ടി വന്ന് പിന്നെ ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ടായിരുന്നു പൊള്ളിച്ചത്. പരിക്കേറ്റ 11കാരൻ ചികിത്സയിൽ തുടരുകയാണ്. ജനം, കൊല്ലം. നടിമാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീലമായി അധിക്ഷേപിച്ചതിന് ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി അറസ്റ്റിൽ. എറണാകുളം നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു അധിക്ഷേപ പരാമർശം. ഉഷ, ഹസീന അടക്കമുള്ള നടിമാർ സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാരോപിച്ചായിരുന്നു പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്.